ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചൻ്റെ ഓർഗനൈസേഷനും പാൻട്രി റീസ്റ്റോക്കിങ്ങും തുടങ്ങുകയാണ്. അപ്പോൾ റൈറ്റ് നൗ ഞാൻ ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും ഗ്രോസറീസ് മേടിച്ച സാധനങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വെൽക്കമിങ് യു ഓൾ ടു എ ന്യൂ വീഡിയോ ഇൻ ഷാമാസ് കോർണർ. ഞാൻ ഷാമ, ഞാൻ ബാംഗ്ലൂരിലാണ് താമസം, ഒരു ഹോം മേക്കറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. വീഡിയോ തുടങ്ങുന്ന മുമ്പേ ലെറ്റ് മീ ക്ലാരിഫൈ വൺ തിങ്. എൻ്റെ ലാസ്റ്റ് കുറച്ച് 2-3 വീഡിയോസ് ആയിട്ട് ഐ എം ഗെറ്റിംഗ് കോൺസ്റ്റൻറ്റ് കമൻറ്റ് അബൌട്ട് ദ സ്പീഡ്. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നുണ്ട് സ്പീഡ് കുറയ്ക്കണം എന്ന്. ടു ബി വെരി ഓണസ്റ്റ്, ദിസ് ഇസ് ഹംബിൾ റിക്വസ്റ്റ്. ഇപ്പോൾ സ്പീഡ് കുറയ്ക്കണം എന്ന് പറയുന്ന ആൾക്കാരോട് ഒരു ഹംബിൾ റിക്വസ്റ്റാണ്. നിങ്ങൾ ചാനലിൻ്റെ വീഡിയോസ് ഒന്ന് പോയി നോക്കൂ. അതിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോൻ്റെ സ്പീഡ് ഇറ്റ്സ് നിയർലി 5 to 6x സ്പീഡിലാണ് ആ വീഡിയോ ഓടുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ റീച്ചും. അത് കാരണമാണ് എൻ്റെ ചാനൽ ഇങ്ങനെയെങ്കിലും ഒരു ഗ്രോത്ത് വന്നതും. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും സജഷൻ അനുസരിച്ച് ഐ ഹാവ് റെഡ്യൂസ് ദ സ്പീഡ് ടു മാക്സിമം 2x 3x ഒക്കെ സ്പീഡ് ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വീഡിയോസ് ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് റീച്ച്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ചാനലിൽ പോയാൽ നിങ്ങൾക്ക് തന്നെ കാണാം ആ വീഡിയോസിനൊന്നും അത്ര റീച്ച് ഇല്ല സ്പീഡുള്ള വീഡിയോസിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ ലൈക്കിംഗ് ദ സ്പീഡ്. ആൻഡ് പേഴ്സണലി എന്നോട് പറയുകയാണെങ്കിൽ ഐ ലൈക്ക് വാച്ചിങ് വീഡിയോസ് കുറച്ച് സ്പീഡുള്ളത് റാദർ ദൻ ലാഗിങ്. അപ്പോൾ സ്ലോ ആകുമ്പോൾ ഇങ്ങനെ ലാഗ് അടിച്ച പോലെ തോന്നുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അത് കാരണമാണോ അതിന് റീച്ച് കിട്ടാത്തതെന്നൊരു ഡൗട്ട് ഉണ്ട് എൻ്റെ മനസ്സിൽ. ബിക്കോസ് ദ വീഡിയോ വിത്ത് ഗുഡ് സ്പീഡ് അത് നല്ല റീച്ച് ഉണ്ട് അതിന്. അത് കാരണം കൊണ്ടാണ് ചാനലിൽ നിന്നൊരു ഗ്രോത്തും ഇങ്ങനൊരു രീതിയിൽ ചാനൽ എത്തിയതും. ടു ബി വെരി ഓണസ്റ്റ്, നിങ്ങൾ എൻ്റെ ചാനലിൽ വരാൻ കാരണം തന്നെ ആ വീഡിയോ ആണ്. ആ വീഡിയോൻ്റെ ആ സ്പീഡും അത് കാരണം കൊണ്ടുമാണ്. സോ ഐ ഫീൽ ഒരു ഇച്ചിരി 3x സ്പീഡിൽ വീഡിയോ വെക്കുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് ബി മച്ച് ബോറിങ്. കൂടുതൽ സ്പീഡും ആയില്ല, ഒരു നടുക്ക് പിടിച്ചിട്ട് ഒരു സ്പീഡ് ബോറും ആവില്ല, നല്ല രീതിയിൽ സ്ലോ ആയിട്ടും തോന്നുകയും ചെയ്യും, ഒരുപാട് സ്പീഡും തോന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഒരു 2x 3x സ്പീഡിൽ വീഡിയോ വയ്ക്കുന്നത് രാദർ ദൻ 1x സ്പീഡിൽ. 1x സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി സ്ലോ വീഡിയോ എൻ്റെ ഹിസാബ്സെ. അപ്പോൾ അതാണ് എനിക്കൊന്ന് ചെറുതായിട്ടൊരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കിച്ചൺ റീസെറ്റിംഗ് നെക്സ്റ്റ് ഡേ മോർണിംഗിൻ്റെ വീഡിയോ ആണ്. ഇപ്പം ഞാൻ ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഡസ്റ്റിങ് ചെയ്തിട്ട് ഒന്ന് നോർമലായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐ ഹോപ്പ് ഈ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് വീഡിയോ എന്തുകൊണ്ട് ഞാൻ ഇടുന്നു എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ദാറ്റ്സ് വൈ ഐ എം നോട്ട് ഏബിൾ ടു റെഡ്യൂസ് മോർ. ബിക്കോസ് ഇനി റെഡ്യൂസ് ചെയ്താൽ മേ ബി ഈ റീച്ചും കിട്ടാതെയാവും വീഡിയോസിന്, റൈറ്റ്? ഇപ്പോൾ ഇത്രയെങ്കിലും മീഡിയം സ്പീഡാണെങ്കിൽ സ്പീഡ് ഇഷ്ടമില്ലാത്തവർക്കും സ്പീഡ് ഇഷ്ടമുള്ളവർക്കും രണ്ടുപേർക്കും കാണാം. കാരണം ഇറ്റ് വോണ്ട് ബി ബോറിങ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ 3x സ്പീഡിലെങ്കിലും ഞാൻ വെക്കുന്നത് വീഡിയോ. ആൻഡ് ഐ പ്രിഫേഴ്സ് കീപ്പിംഗ് മൈ വീഡിയോസ് ഇൻ 3x സ്പീഡ്. അതുകൊണ്ട് ഇറ്റ്സ് എൻ ഹംബിൾ റിക്വസ്റ്റ്. ഇനി വീണ്ടും സ്പീഡ് കുറയ്ക്കൂ എന്ന് ഇടരുത്. ബിക്കോസ് ഇറ്റ് വോണ്ട് റീച്ച്, ഇറ്റ് ഈസ് നോട്ട് റീച്ചിങ്. അगर റീച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു 1x സ്പീഡിൽ ഇടാമെന്ന് വിചാരിക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് റീച്ചിങ്. അതെനിക്ക് നിങ്ങളൊന്ന് പ്ലീസ് ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയുള്ളൂ ആ ടോപ്പിക്കിനെ കുറിച്ച് കേട്ടോ. അത് കാരണം എനിക്ക് ഫ്രീക്വൻ്റ്ലി ആ ടോപ്പിക്കിൽ മെസ്സേജ് വരുന്നതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രം. പേഴ്സണലി ഓരോരുത്തർക്കും റിപ്ലൈ ഇടുന്നേക്കാളും ബെറ്റർ ഐ തോട്ട് ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ ദിസ് വീഡിയോ. സോ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ വൈ ഐ എം നോട്ട് റെഡ്യൂസിങ് ദ സ്പീഡ്. ദെൻ സെക്കൻഡ് തിങ്, ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ലിവിങ് റൂം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിവിങ് റൂം എല്ലാവിടെയും ഡസ്റ്റ് ചെയ്തിട്ട് എല്ലാ കുഷൻസും അതാത് സ്ഥാനത്ത് ഒതുക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ കേട്ടോ. സെൻറ്റർ ടേബിൾ എല്ലാ ദിവസവും വൃത്തിയാക്കണം. അപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞു. ആൻഡ് എല്ലാ പ്ലാന്റ്സിനും ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്യാൻ കേട്ടോ. ലിവിങ് റൂമിൽ ഒരുപാട് എനിക്കിന്ന് പണിയില്ല, നോർമൽ നമ്മുടെ ഡസ്റ്റിങ്ങും ക്ലീനിങ്ങേ ഉള്ളൂ. പക്ഷേ എനിക്കിന്ന് എൻട്രൻസിൽ കുറച്ച് പണിയുണ്ട്, വീടിൻ്റെ എൻട്രൻസിൽ. ആക്ച്വലി എന്താ വെച്ചാൽ വീടിൻ്റെ എൻട്രൻസിലാണ് ഞാൻ എൻ്റെ ഷൂ റാക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ കുറേ ദിവസമായി പറയണു ഇങ്ങനെ ഡോർ തുറക്കുമ്പോൾ ഷൂ റാക്ക് അവിടെ വെക്കാൻ പാടില്ല, നന്നല്ല എന്ന്. ഐ ഡോണ്ട് നോ
എക്സാക്ട്ലി അത് കറക്റ്റാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ബട്ട് കോൺസ്റ്റൻ്റ്ലി അമ്മ അത് പറയണോണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ അതിൻ്റെ ഒരു പ്ലേസ് ചേഞ്ച് ചെയ്ത് ആ ഷൂ റാക്ക് അവിടുന്ന് മാറ്റാം. അമ്മയ്ക്കും സമാധാനം. ഇൻ കേസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോവുകയും ചെയ്യും. അതുണ്ടോ ഇല്ലയെന്ന് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ലൈക്ക് ഇസ് ദാറ്റ് ട്രൂ? നമ്മൾ ഡോറ് തുറക്കണം, നേരെ നമ്മൾ ഷൂ റാക്ക് വെക്കാൻ പാടില്ല, ഷൂസ് കാണാൻ പാടില്ല, അതൊരു തടസ്സം പോലെയാണ് ഫോർ ദ ഫ്ലോ ഓഫ് മണി. അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ വാസ്തുവിലുണ്ടോ? ഐ എം വെരി സീറോ ഇൻ വാസ്തു ആൻഡ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ TV യൂണിറ്റിൻ്റെ അവിടെ ഒന്ന് ഡസ്റ്റിങ് ചെയ്യാം കേട്ടോ. അവിടെ നല്ലോണം പൊടി വരും. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഡസ്റ്റിങ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഡ്രൈ ക്ലോത്ത് കൊണ്ട് ഞാൻ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് എല്ലാവിടെയും നന്നായിട്ട് കേട്ടോ. അപ്പോൾ ലിവിങ് റൂമിൻ്റെ ഡസ്റ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉമ്മറത്തേക്ക് വരാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ലിവിങ് റൂമിൽ എനിക്ക് അടിച്ചു വരാൻ മാത്രമേ പരിപാടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഷൂ റാക്കിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട, എന്നിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഷൂ റാക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് കാണൂല്ല ആൻഡ് ഷൂസ് ഇടുന്ന പരിപാടി നടക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. കാരണം ഒരു സാധനം ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പൊടി വരുമല്ലോ. അപ്പോൾ ചേച്ചിമാർ കോറിഡോർ അടിച്ചു വരാൻ വരും. ബട്ട് അവരിപ്പോൾ ഇതെല്ലാം മാറ്റി ഇളക്കിയിട്ടൊന്നും അടിച്ചു വാരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാറ്റിയപ്പോൾ അവിടെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് അടിച്ചു വാരി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഫൈനലി ലുക്ക് കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയാണ് പുറത്ത് അത് കാണാമെന്ന്. റൈറ്റ് നൗ നോക്കൂ, ഈ സൈഡിൽ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. നല്ല കാറ്റുണ്ടാവും ഈവനിങ് ടൈം. ആൻഡ് റൈറ്റ് സൈഡിൽ ഞാൻ അങ്ങനെ ഷൂ റാക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ റെയിലിംഗ് ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിൽ, ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെക്കണം എന്ന് എനിക്കുണ്ട്. നോക്കട്ടെ, മേടിക്കുമ്പോൾ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാം. എനിക്ക് അടിച്ചു വാരാൻ പണിയുണ്ട്. അതൊന്നും കഴിഞ്ഞിട്ട് വേണം മറ്റേ റൂമിലേക്ക് കിടക്കാൻ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ലിവിങ് റൂമിൻ്റെ പണി ഏകദേശം നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു സാധനം കാണിച്ചാൽ ഇത് സോളാർ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇത് 4ൻ്റെ പാക്കിൽ ഞാൻ മേടിച്ചതായിരുന്നു. ഇങ്ങനെ മോർണിംഗ് ടൈം സോളാർ എനർജി അതിങ്ങനെ അബ്സോർബ് ചെയ്യും ആൻഡ് നൈറ്റ് അത് ഓട്ടോമാറ്റിക് കത്തും. അപ്പോൾ നമ്മുടെ ബാൽക്കണി ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഒരു സോളാർ ലൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. നമുക്കൊന്നും എക്സ്ട്രാ ബാറ്ററിയോ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചാർജ് ചെയ്യാൻ വെക്കുക അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാറ്ററി വരുന്നുണ്ട്. അത് അതിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റ് വരുന്ന സൺലൈറ്റ് വരുന്ന സ്ഥലത്ത് അത് വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ സോളാർ എനർജി അബ്സോർബ് ചെയ്യും ആൻഡ് നൈറ്റ് അത് ഓട്ടോമാറ്റിക്കലി കത്തും. ബട്ട് എന്താ വെച്ചാൽ അതിൻ്റെ പവർ വളരെ കുറവാണ്. അപ്പോൾ യു ഹാവ് ടു ലൈക്ക് ഒരു ബാൽക്കണി, ഇത്തിരി എൻ്റെ ബാൽക്കണി പോലത്തെ ഒരു ബാൽക്കണിയാണ് നിങ്ങൾക്ക് ലൈറ്റ് അപ്പ് ചെയ്യണമെങ്കിൽ ഒരു 10 എണ്ണമെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ ഇതൊരു സെറ്റിൽ 4 എണ്ണമാണ് കേട്ടോ വന്നത്. ഒരു 284 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വില, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ ഫ്ലിപ്കാർട്ടിനാണ് തോന്നുന്നു മേടിച്ചത്. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളായി എനിക്ക് തോന്നി. ബട്ട് ക്വാണ്ടിറ്റി കൂട്ടണം. ലൈക്ക് ഒരു 10 എണ്ണമെങ്കിലും ആ ബാൽക്കണിയിൽ വെച്ചാലാണ് അത്യാവശ്യം വേണ്ട ഒരു ലൈറ്റും ഒരു നല്ലൊരു എഫക്റ്റ് ആ ബാൽക്കണിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു സെറ്റ് മേടിച്ചിട്ടുള്ളൂ. പതുക്കെ മേടിക്കണം. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. അല്ലാതെയും സോളാർ ലൈറ്റ്സ് വേറെ ഇഷ്ടം പോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ഉണ്ട്. ഏതാണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് ബാൽക്കണിയുടെ ഒക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഡൈനിങ് റൂം ഒന്ന് വൃത്തിയാക്കാൻ വന്നാൽ ഡൈനിങ് റൂമിൽ ഒന്നുമില്ല, കുറേ സാധനങ്ങൾ ഡം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് സ്ഥാനത്ത് വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടൊന്ന് തുടച്ചെടുത്ത് അടിച്ചു വാരി ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ആ സെക്കൻഡ് ബെഡ്റൂം എനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അത് കുറച്ച് മെസ്സി ആയിട്ടാണ് കിടക്കണത്. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വന്നപ്പോഴാണ് ഞാൻ കഴുകിയിട്ട ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആവുകൊണ്ട് ഇത് ഫോൾഡിങ് കുറച്ച് പണിയാണ്. പക്ഷേ ഞാൻ ഏകദേശം എങ്ങനെയൊക്കെയോ സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് എടുക്കും അതിനെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്നൊരു ബാഗാണ്. നിങ്ങൾക്ക് ഗേൾ ചൈൽഡ് ഉണ്ട്, അവർ ഇങ്ങനെ ഈ പറയില്ലേ ഈ വീക്കെൻഡ് ബാഗ്സ് എന്ന് പറയില്ലേ, ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ക്ലാസ്സസിനൊക്കെ പോകുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ബാഗ്, സ്കൂൾ ബാഗ് അല്ല കേട്ടോ, ഇങ്ങനൊരു ബാഗ്. ഇതിൻ്റെ
ബ്രദർ എൻ്റെ മകൾക്ക് മേടിച്ചു കൊടുത്തതാണ്. ആക്ച്വലി ബ്രദറല്ല, എൻ്റെ നാത്തൂനാണ് മേടിക്കുന്നത്. സെലക്ഷനും എല്ലാം മൂപ്പറയാണ് കേട്ടോ. അനിയൻ വെറുതെ പേരിനേ ഉള്ളൂ, പേരിന് അവൻ മേടിക്കണു എന്ന് മാത്രം. മൂപ്പര ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്തിരിക്കുക കേട്ടോ. സൂപ്പർ ഒരു ബാഗാണ്. ഒരു 5 സിബ് ഇതിലുണ്ട്. ഹിഡൻ ഒരു സിബ്, ലൈക്ക് മെയിൻ സിബിൻ്റെ ഉള്ളിലൊരു സ്മോൾ സിബുണ്ട് ഈ കാശൊക്കെ വെക്കാൻ. ബാഗിൻ്റെ പിന്നിലൊരു സിബുണ്ട്, ഫ്രണ്ടിൽ 3 സിബ്സ് ഉണ്ട്. ആൻഡ് ഡിസൈൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഡിസൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. ഇപ്പോഴത്തെ ടീനേജേഴ്സിനൊക്കെ അത് സൂപ്പറായിട്ട് ചേരുന്ന ഒരു ബാഗാട്ടോ. ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കേണ്ട അവരുടെ മക്കൾക്കെങ്കിൽ പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ. എൻ്റെ അറിവിൽ ഇത് ആമസോണാണ് അവൻ മേടിച്ചിരിക്കുന്നത്. ആൻഡ് കാശ് എനിക്ക് ആക്ച്വലി അറിയില്ല, ബിക്കോസ് ഇറ്റ്സ് എ ഗിഫ്റ്റഡ് വൺ. ബട്ട് നിയർലി ഇറ്റ് വിൽ ബി 1000-1200 ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആവണം. ആൻഡ് നല്ല ഡ്യൂറബിളാണ്. അൻപത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 7-8 മന്ത്സായി. ഒന്നും പറ്റിയില്ല. അവളുടെ ഡാൻസ് ക്ലാസ്, ആക്ടിവിറ്റി ക്ലാസ്സസ് എല്ലാത്തിലും അവളത് കൊണ്ടുപോകാറുണ്ട്. ഞാൻ സ്കൂൾ ബാഗായിട്ട് അത് റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് വോണ്ട് ക്യാരി മച്ച് വെയ്റ്റ്. അത്രയൊന്നും പറ്റില്ല. ബട്ട് ആക്ടിവിറ്റി ക്ലാസ്സസിനൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു നല്ല ബാഗായിട്ട്, പിക്നിക് ബാഗൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ആൻഡ് നല്ല സ്റ്റോറേജ് ഉണ്ട്. സിബ്സ് 5 സിബ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. നല്ല ഗുഡ് ക്വാളിറ്റി ബാഗ്. അപ്പോൾ ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കേണ്ടെങ്കിൽ ഗിവ് ഇറ്റ് എ ട്രൈ. വർത്തമാനത്തിനിടയിൽ നമ്മുടെ ഈ ബെഡ്റൂമും വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.